ഇന്ന് എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് എൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ഇനി വരാൻ പോകുന്ന ഭാവി സ്ഥാനാർത്ഥിയും എക്സിസ്റ്റിംഗ് ഞങ്ങളുടെ MLA യും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ്. ശ്രദ്ധിച്ചോണം, എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ആദ്യമായിട്ടായിരിക്കും ഒരാൾ പോഡ്കാസ്റ്റിന് ഇങ്ങനെ കഴുത്തിനിങ്ങനെ ഈ ഒരു ഇതുപോലത്തെ ഇതൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് അല്ലേ? അതാണോ? അല്ലേ? മനസ്സിലായിട്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഇതിൽ നിന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു അപ്പിയറൻസിൽ അത് തന്നെ ചോദിക്കണമല്ലോ. ശരിക്കും എന്താ സംഭവിച്ചേ? ഒന്ന് കുനിഞ്ഞു, ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയധികം കോൺട്രവേഴ്സീസിലും ഇത്രയധികം പ്രശ്നത്തിലും ഏർപ്പെട്ട ഒരു മന്ത്രി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കാരണം ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, താങ്കൾക്ക് മുൻപുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം താങ്കൾ ഒരു അടുത്ത മന്ത്രിസഭയിൽ താങ്കൾ മന്ത്രിയായി വരുന്നു. താങ്കൾ വന്നപ്പോൾ മുതൽ ഇന്ന് വരെ ഞാൻ കാണുന്നത് തൊട്ടേനും പിടിച്ചതിനും എല്ലാം വിവാദമാണ്. നോണിയും തെമ്മാടിത്തരം പറഞ്ഞ് എന്റെ കഞ്ഞിലും മണ്ണ് വാരിടാൻ തുടങ്ങിയ ആട്ടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂടാ. പർപ്പസ്ഫുള്ളി ആരൊക്കെയോ ചെയ്തു കൂട്ടുന്നതായിട്ട് ഉള്ള ഒരു തോന്നൽ സാധാരണക്കാർക്കുണ്ടാവാം. എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. അത് അല്ല, എനിക്ക് അറിയാൻ ചോദിക്കാം, എല്ലാത്തിനും മന്ത്രി ഉത്തരം പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും മന്ത്രി ഉത്തരം പറയാൻ പറ്റുമോ? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് മന്ത്രിക്ക് കിട്ടുന്നുണ്ടോ? നെഗറ്റീവ് ആവുന്ന ക്രെഡിറ്റ് മാത്രമല്ല മന്ത്രി കിട്ടുന്നുള്ളൂ. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഈ കാലത്ത് നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് WHO ഗൈഡ് ലൈൻ. എല്ലാവരും DME ഒന്നുകൂടി ഇറക്കി, സർക്കുലറായിട്ട് ഇറക്കി, ഗവൺമെൻറ്റിൻ്റെ നടപടി സ്വീകരിച്ചു, സേഫ്റ്റി ഗൈഡ് ലൈൻ. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആഗോളതലത്തിൽ 10% വീഴ്ച, ഇങ്ങനെ സർജിക്കൽ എറേഴ്സ് എങ്കിൽ നമുക്ക് 0.02% ഉള്ളൂ. ഗ്ലോബലി ഇറ്റ്സ് 10% സർജിക്കൽ എറർ, പക്ഷേ നമ്മുടെ 0.02% ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, സർജിക്കൽ എറേഴ്സ് ഉണ്ടാകാതിരിക്കുന്നത് ഡോക്ടർമാരുടെ കഴിവല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അതേ തിരിച്ചു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഇതൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. അതായത് സർജിക്കൽ എറേഴ്സ് ഉണ്ടാകുന്നില്ല, 0.02% ഉള്ളെങ്കിൽ അത് ആരോഗ്യ പ്രവർത്തകരുടെ മികവാണെങ്കിൽ എങ്ങനെ ആ 0.02% എറർ മന്ത്രിയുടെ എന്താ ശരിയല്ലേ? പിന്നെ കറക്റ്റാ. ഇനി ഒരു കള്ളം 100 വട്ടം പറഞ്ഞാൽ അത് സത്യമായിട്ട് തോന്നും. അതൊരു തോന്നല് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, മിനിസ്റ്റർ സ്വയം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടുകാരല്ലെങ്കിലും പുറത്തുള്ള നാട്ടുകാർ പറയുന്നുണ്ട് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം ഈസ് റിയലി ഗുഡ് എന്നുള്ളത്. എന്തായാലും അതിന് ഒട്ടേറെ സംഭാവനകൾ താങ്കളുടെ ഭാഗത്തുനിന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് എല്ലാവരും. അയാളുടെ കള്ളും മേടിച്ചു കുടിച്ചിട്ട് അയാൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? എന്താ ജോസേ? നാണുണ്ടടാ, കുറെ നേരം 2 മണിക്ക് വളവള